വലിയ രീതിയിൽ തർക്കമുണ്ടാകുന്നതിനിടെയാണ് കിട്ടിയ സീറ്റ്, അതായത് ലീഗിന് കൊടുത്ത സീറ്റ് വേണമെന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. സൂര്യഗായത്രിയാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ വൈകാരിക പ്രതികരണവുമായി DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഏറ്റെടുക്കാത്തതിൽ വിമതനായി മത്സരിക്കാനാണ് സജി ജോസഫിന്റെ തീരുമാനം. വാർത്താ സമ്മേളനത്തിൽ സജി ജോസഫ് പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾ ജനിച്ച നാൾ മുതൽ കണ്ട ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നിങ്ങളത് മനസ്സിലാക്കണം. കാരണം അത്രയധികം ത്യാഗം സഹിച്ച ഈ പ്രസ്ഥാനത്ത് നിന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടല്ലോ. ലാത്തിച്ചാറൊക്കെ വരുമ്പോൾ എല്ലാവരും മാറുമ്പോഴും എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? കൂടെ നിൽക്കുന്ന ഒരുത്തിനെങ്കിലും അടിമേടിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മുഴുവൻ മേടിക്കുമ്പോഴും അങ്ങനെ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. എനിക്ക് നേതാക്കന്മാരെയോ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രയധികം പ്രതിസന്ധിയിലാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കാരണം നമ്മൾ ജനിച്ച നാൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ നമ്മൾ ഉറക്കമാണെന്നോ കാണുന്നത്. അത്തരം ഫോട്ടോകൾ കണ്ട ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ആൾക്കാർ വരുന്നത് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ പ്രസ്ഥാനം വിടുന്നു എന്ന് കരുതി പ്രസ്ഥാനത്തെ കുറ്റം പറയാനോ നേതാക്കന്മാരെ കുറ്റം പറയാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം. അത് കുട്ടനാട്ടിലെ ജനങ്ങൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ചരിത്രം പിറക്കാൻ പോവുക. അശ്വിൻ പാലാഴി ചേർന്ന് അശ്വിന് ഈ പറഞ്ഞതുപോലെ സീറ്റ് എപ്പോഴും കേരള കോൺഗ്രസിന് കൊടുക്കുന്ന അതൃപ്തിയാണ്. അതിനപ്പുറത്തേക്ക് 2011 തൊട്ട് ഇതുവരെ NCP LDFിന് സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന ഇവർ ഈ തെരഞ്ഞെടുപ്പ് നിർണയത്തിന് മുമ്പ് തന്നെ സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യം ഉയർത്തിയിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കുന്നു. വിമത ശല്യം വീണ്ടും തോൽവിയിലേക്ക് തന്നെയാണോ നയിക്കുക UDFിന് അവിടെ? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിൽ UDFിൽ ഉള്ളത്. അമ്പലപ്പുഴ അടക്കം ആലപ്പുഴയിൽ പൊതുവെ UDFിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്ന വിലയിരുത്തുമ്പോഴും UDFിനുള്ളിലെ പ്രശ്നങ്ങൾ അവർക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇന്ന് ഏറ്റവും ഒടുവിൽ 2 വിമത സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് ഇപ്പോൾ കണ്ട സജി ജോസഫ്, അദ്ദേഹം DCC ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കുട്ടനാട്ടിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റജി ചെറിയാൻ മത്സരം ഉറപ്പിച്ച് പ്രചരണം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹം ആ കാര്യത്തിൽ പ്രശ്നം ഉന്നയിച്ച വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം സജി ജോസഫ് അടക്കം ഏകദേശം 10ഓളം പേർ DCC ഭാരവാഹിത്വങ്ങളിൽ നിന്ന് രാജിയും സമർപ്പിച്ചിട്ടുണ്ട്. 100ഓളം പ്രവർത്തകർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഏറെ നാളുകളായി ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഇവരും ഉയർത്തിയിരുന്നു. അനിൽ ബോസ് അടക്കമുള്ളവർ ഈ ആവശ്യം ഉയർത്തിയിരുന്നെങ്കിലും ആ സാഹചര്യം അവസാന വട്ടത്തിൽ നടപ്പാകാതെ വന്നതോടെ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി തീരുമാനം അംഗീകരിക്കുകയും ചെയ്ത അനിൽ ബോസ് അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴയിലേക്ക് വന്നാൽ ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷാനു ബൂട്ടോ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ സജി ജോസഫും ഷാനു ബൂട്ടോയും നാളെ നാമനിർദ്ദേശ പത്രിക നൽകി UDFിന്റെ വെല്ലുവിളിയായി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.